നല്ല കണ്ടീഷനായിട്ട് മുളകുണ്ടാക്കി കിടക്കാണ്. അടീന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് ചോല. ബഷീർക്കട കുരുമുളകിന്റെ നഴ്സറിയിലാണ്. നഴ്സറിക്ക് അപ്പുറം ഇത് വലിയൊരു കുരുമുളക് തോട്ടം തന്നെയാണ്. ബഷീർക്കട ഒരുപാട് വീഡിയോ നമ്മൾ ഇതേപോലെ കുരുമുളകിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബഷീർക്ക് ഓരോ വീഡിയോയിലും ഓരോ ഘട്ടങ്ങളെ കുറിച്ച് പറയും. ഇത്ര മാസത്തിനകം ഇത്ര വളരും എന്ന് പറഞ്ഞു. നമ്മളെ ഏറ്റവും അവസാനം ചെയ്ത വീഡിയോയില് ഈ 6 മീറ്റർ GI പൈപ്പിൽ 365 ദിവസം കൊണ്ട്, അതായത് ഒരു കൊല്ലം കൊണ്ട് ഈ 6 മീറ്ററിന്റെ അപ്പുറം പോയി തിരിച്ച് തൈ വരും എന്ന് പറഞ്ഞ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണതാണ് കേട്ടാ. ഇക്ക നേരത്തെ പറഞ്ഞ ഓരോ ഘട്ടങ്ങളും അതെല്ലാം സക്സസ് ആയതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടേക്കണം. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. മിക്കവാറും ഈ വീഡിയോയിൽ നമുക്ക് അതിന്റെ ആ പോസിറ്റീവ് എന്താന്നുള്ളത് മനസ്സിലാവും. ഇവിടെ ഉണ്ടല്ല നോക്കേ, പല വിധത്തിലുള്ള പല ഇനത്തിലുള്ള തൈകളാണ് നമുക്കിതേ ചുറ്റും കാണാൻ പറ്റുന്നത്. അതെല്ലാം മുന്തിയ ഐറ്റംസ്. എല്ലാവരും വീഡിയോ കാണുമ്പോണ്ടല്ല ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇതിപ്പോ നമ്മൾ കുരുമുളകിന്റെ വീഡിയോ ചെയ്യണത് ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഡിസംബർ നവംബർ മാസങ്ങളിലാണെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പൊ ആ ഡിസംബർ മാസങ്ങളിൽ ചെയ്തേക്കണ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വേണം ഇത് തുടങ്ങാൻ. അപ്പൊ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എൻ്റെ കുരുമുളക് 15 അടിയുടെ മുകളിൽ വളർച്ച കിട്ടുമെന്നും 2 കിലോ മുളക് പറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടേക്കൊക്കെ മെച്ചപ്പെട്ട് നല്ല സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കും, ഇത് 20 അടി പൈപ്പാണ്. 20 അടി പൈപ്പിൽ നമ്മൾ 2 അടിയാണ് മണ്ണിന്റെ അടിയിലേക്ക് കൊടുത്തേക്കണം. പോയിട്ട് നമുക്ക് 18 കിട്ടും. ഇതിപ്പോ 18 പൂർത്തിയായി. നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ ഞാറ്റില കഴിഞ്ഞ് കുരുമുളക് കഴിഞ്ഞിട്ട് മണി മുറുകി പിടിച്ചു വരുന്നുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതുമ്മ ഞാൻ പറഞ്ഞ 2 കിലോ അല്ല, ഇതുമ്മ വേണമെങ്കിൽ നമുക്കൊരു 5-6 കിലോ മുളക് ഈ 18 മാസം കൊണ്ട് ഇതുമ്മ പറിക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൈകളാണ് നമ്മൾ ചെയ്തത്. ആ തൈനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ 2-3 പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വളർച്ചയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങളെ കാണിച്ച വീഡിയോയുടെ തുടർച്ചയാണ്. അന്ന് ഞാൻ പറഞ്ഞത് 15 അടിയാണ്. ഇപ്പൊ 18 അടിയുടെ മുകളിലും ചെന്നു. ഇങ്ങോട്ട് തിരിയുമ്പോൾ നമുക്ക് എനിക്ക് ചെറിയ ഫാൾട്ടല്ല രീതി. ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10 അടിയുടെ സിമെന്റ് പൈപ്പ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 അടിയുടെ സിമെന്റ് പൈപ്പാണ്. അതിന്റെ അകത്ത് കമ്പി ഇറക്കി കോൺക്രീറ്റ് ചെയ്ത. പക്ഷെ അത് വെറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. 15 കഴിഞ്ഞു. അത് നമുക്കൊരു പരാജയമാണ്. കാരണം എപ്പോഴും നമുക്ക് ഇപ്പൊ ഈ പൈപ്പ് പോലെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുരുമുളക് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പൈപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇപ്പൊ ഞാൻ പൈപ്പാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൈപ്പ് ഈ അടുത്തായിട്ട് ഭയങ്കര വില വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു പൈപ്പ് 2000 മുകളിലൊക്കെ വന്നു. ഞാൻ എത്ര ഇഞ്ച് പൈപ്പ്? 2 ഇഞ്ചിന്റെ ISI മാർക്കുള്ള 2 ഇഞ്ചിന്റെ ISI മാർക്കുള്ള കനമുള്ള പൈപ്പ്. അതാണ്ട് 18 കിലോ തൂക്കാണ് എൻ്റെ ഉദ്ദേശം. അത് നമുക്കൊരു ഞാൻ ഒന്നിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു 1300-400 വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ 2000 കടന്നു. അപ്പൊ എനിക്കാണ് ഞാൻ ഇത് ഈ 1 ഏക്കറിൽ അവർ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് കുരുമുളകും തെങ്ങുമാണ്. അപ്പൊ ഈ ഇതിൽ ഞാൻ ഇനിയും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10-200 പോസ്റ്റും കൂടി ഇടേണ്ടതായിരുന്നു. പക്ഷെ കുരുമുളക് ഇട്ടുപോയതോടുകൂടി ഞാൻ കുറെ കഴകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഞാൻ ആദ്യം ഉപയോഗിച്ചേക്കുന്നത് പയ്യാനി മരുന്നുണ്ട്, അതുപോലെ തന്നെ കലയുണ്ട്. ഇതെനിക്ക് ഒരു പറമ്പിൽ നിന്ന് കിട്ടിയതാ. ഒരു 150 മേലെ കിട്ടി എനിക്ക്. അത് ഞാൻ ഇട്ട് കൊടുത്തേക്കാണ്. ഇപ്പൊ കുരുമുളക് അത് ഇട്ട് കൊടുത്തേക്കാണ്. അതാണ് പുതിയ കുരുമുളക്. അത് പുതിയ കൃഷി. അതിപ്പോ ചെയ്തിട്ട് 2 മാസമായുള്ളൂ. അത് ഞാൻ കൊമ്പുക്കല ചെയ്തേക്കാം. ഏതാണ്ട് 300 അത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ശേഷി അനുസരിച്ച് വരുമാനത്തിന്റെ അനുസരിച്ച് ഞാൻ ഇതിലേക്ക് പൈപ്പ് ചാർത്തി കൊടുക്കും. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ ഇവിടെ അന്ന് 15 അടി കയറും പറഞ്ഞ ആ തൈ ഉണ്ടല്ല, അത് ഏതേനാ? അതെല്ലാം കരിമുണ്ടയാണ്. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് കൊമ്പുക്കലാണ്. ഇനി എനിക്ക് കുതിരവാലം കുറെ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അത് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സമയം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളപ്പോ സമ്മിശ്രമായിട്ടാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ഞാനത് എന്നാലും എനിക്ക് കരിമുണ്ട ഉണ്ടല്ലോ, കരിമുണ്ട കേട് വരാതിരിക്കുകയാണെങ്കിൽ ഈ കരിമുണ്ടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയ്ഡിന്റെ അകത്തും കാഴ്ച കിട്ടും. ചോലുണ്ട്. ഈ കൊമ്പുക്കലിന് തെളിഞ്ഞ സ്ഥലം വേണം. കാവലൊക്കെ കിട്ടും, നല്ല കൊമ്പുക്കൽ നല്ല അഭിപ്രായമൊക്കെയാണ് എനിക്ക്. പക്ഷെ നല്ല തെളിഞ്ഞ സ്ഥലം വേണം. നമ്മളിപ്പോ കൃഷി ചെയ്യാൻ എടുക്കുന്ന സ്ഥലം എല്ലാം നന്നായിട്ട് തെളിഞ്ഞതാണെന്ന് ഇല്ല. നമ്മൾ അടക്കാരത്തിന്റെ ഇടയിൽ വരും, വാഴയായിരിക്കണം, അതിന്റെ ഇടയ്ക്ക് തെങ്ങുണ്ടാവും. ഇതെല്ലാം നമുക്ക് സംരക്ഷിക്കാം. നമുക്ക് കൂടുതൽ തടസ്സം മാറ്റി കൊടുക്കാം. അത് നമ്മുടെ ആ രീതി അനുസരിച്ച് തടസ്സം മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മൾ ഈ കുരുമുളക് ചെയ്യുന്ന എന്റെ കൃഷിയുടെ രീതി ഒന്നും ഇനി ആവർത്തിക്കേണ്ട രീതിയില്ല. പഴയ വീഡിയോകളിൽ പോയാൽ നിങ്ങൾക്ക് ഞാൻ കുരുമുളക് കൊടുത്തിട്ടുണ്ട് ഗ്യാപ്പില്. ഇത് കുറ്റിയാണ്. അപ്പൊ നിങ്ങൾ
ഞാൻ അന്ന് പറഞ്ഞ ഇതും ഈ പറഞ്ഞ സമയത്ത് ഒന്നിച്ച് നട്ടോ, പൈപ്പേലും ഇത് ഒന്നിച്ച് നട്ടതാട്ടോ. ഈ കുറ്റിമുളക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു 4 കിലോ മുളകെങ്കിലും ഈ കുറ്റിമുളക് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ പറിക്കാവുന്നതുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഒരു ലൈനിക്കടെ ഇത് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്ക് പ്രയോജനപ്പെടുത്താം. അടുത്ത കാല് അങ്ങനെ നമ്മൾ ചെയ്തു വന്നേക്കുന്നത്. ഇത് കംപ്ലീറ്റ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇതെല്ലാം കരിമുണ്ട കേട്ടോ. കരിമുണ്ടയ്ക്കാണ് ഈ ഒരു ഗുണം കൂടുതൽ കാണുന്നത്. നോക്കി, ഇത് ഷെയ്ഡിന്റെ അകത്തും നല്ല കാവല. ഇനി നിങ്ങളെ ഞാൻ ഇതിപ്പോ കർക്കടം, ചിങ്ങം, കന്നി, തുല, ഒരു തുലാമാസം ആകുമ്പോ ഇതിന്റെ ഭംഗി കൂടുതൽ കാണാം. ഇപ്പൊ മുളക് ഇത് കണ്ട ചെറിയ തിരി അങ്ങോട്ട് എന്റെ മണിയൊക്കെ പിടിച്ചു വന്നോളൂ. ഇപ്പോഴും പിടിക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഇടയിൽ പിടിക്കാത്തതിന്റെ ഇപ്പോഴും മണി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മളെങ്ങോട്ടാ പോണം? ഇത് ഇതിപ്പോ കംപ്ലീറ്റ് ഇതാണ് ചെയ്തത്. നോക്കിക്ക, ഇതൊക്കെ ഞാൻ പറഞ്ഞ 2 കിലോ ഒന്നും അല്ല മുളക്. അത്യാവശ്യം മുളകായി തുടങ്ങി. ഇത് പയ്യാനി മരാട്ടോ. നേരത്തെ കണ്ട ആ ചെറിയ കാല്, അതിന്റെ വലിയ മരം. ഇത് ഞാൻ അവിടെ കട്ട് ചെയ്ത് നിർത്തിയേക്കാം കേട്ടോ. കാരണം കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് നിർത്തിയേക്കാം. ഇതുമ്പോ ഒരു 20 കിലോ മുളകെങ്കിലും ഇത്തവണ പ്രതീക്ഷിക്കാൻ. ഈ ഒരൊറ്റ മരത്തും. ഇത് പൈപ്പാ. പൈപ്പ് ഏതാ മരം ഏതാന്ന് പറയാൻ പറ്റുന്നില്ല. ഇത് പൈപ്പാണ്. ഇതും ആ പൈപ്പില് ഞാൻ ഈ പറഞ്ഞ 20ന്റെ അടുത്തേക്ക് വരും. ഇത് അത്രയും വരില്ല, എന്നാലും നല്ല. ഇത് പറഞ്ഞോട്ടെ നമുക്ക് പറ്റിയ തോൽവിയാണ്. കാരണം ഇത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാ. കാരണം ഇത് മുട്ടത്തോണ്ട് പോലെ സാധനം ഇരിക്കണത്. പൈപ്പാണ്. അപ്പൊ പണ്ട് ഈ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഇതിന്റെ ഇടയ്ക്ക് കുറെ ഫാൾട്ട് പറ്റി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ 12 എമ്മത്തിന്റെ കമ്പിയൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്തത്. പക്ഷെ പൈസ പൈപ്പ് അത് തന്നെ ഇത് കൊണ്ടുനടന്ന് ചെയ്യാനും ആളുകൾ കൂടുതൽ വേണം. കാരണം പൈപ്പ് നേരെ പിടിക്കണം, അനങ്ങരുത് ഒക്കെ പോകും. ആ സമയം മറ്റേ നമുക്ക് ബൾക്കായിട്ട് ചെയ്യാം, പൈസ കൂടുന്നു മാത്രമേ ഉള്ളൂ. ശരിക്കും കുരുമുളക് വിളവെടുക്കുന്ന ടൈം തുലാമാസം, മറ്റേ തുലാം കഴിഞ്ഞ് അല്ല കുംഭമാസം ആകുമ്പോ ഇതാവുള്ളൂ. അപ്പൊ കുംഭമാസം ആകുമ്പോ ഞാൻ ഒരു വീഡിയോ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇയാൾ ഇംഗ്ലീഷ് മാസം ഏതായിട്ട് വരും? കുംഭമാസം എന്ന് പറയുമ്പോ ഇതിപ്പോ കർക്കടം, ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം. ഇനിയും അപ്പൊ 8 മാസം അപ്പുറത്ത് കടന്നിട്ട് പറഞ്ഞു വെച്ചാൽ 8 മാസം എന്ന് പറയുമ്പോ ഇതിപ്പോ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആയിട്ട് വരും. അവിടെ ഫുള്ള് നമുക്ക് പറിക്കുന്ന ടൈം. കുറ്റിയുണ്ടോ? കുറ്റി നല്ല കണ്ടീഷൻ ആയിട്ട് മുളകുണ്ടാക്കി കിടക്കാണ്. അടിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചോലലി പറഞ്ഞ ശരിയാണ്. ഷെയ്ഡിന്റെ അകത്തും ഇനി ഇരുട്ട് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. അടുത്ത വെല്ലുവിളി നമ്മൾ കാണിച്ചു തന്നെ അല്ലേ? ഇത് നോക്കി, ഇത് മേലിലേക്ക് നിങ്ങൾ നോക്ക്, ഇരുണ്ട കുളമ്പോ മാവ് നിൽക്കാണ്. അടിപൊളി ഒരു മാവ് തണൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാ നിങ്ങള് കരിമുണ്ടയുടെ പ്രത്യേകത. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് വീഡിയോയിലേക്ക് തെളിഞ്ഞു വേണമെങ്കിൽ ഒന്ന് മഴക്കാറുണ്ട് ഇപ്പൊ ഈ സമയം. ഈ ഡേറ്റ് നിങ്ങൾ ഈ ഡേറ്റ് ഒന്ന് മനസ്സിലാക്കിക്ക. ഇന്ന് ഓഗസ്റ്റ് 7, അതായത് 26 ഓഗസ്റ്റ് 7 ആട്ടോ. ഇത് ഈ ഷെയ്ഡിന്റെ അകത്ത് നന്നായിട്ട്. പക്ഷെ ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാട്ടെ, നിങ്ങൾ കാണിച്ചു ഷെയ്ഡ്. നല്ലൊരു മാവാണ്. കൊറേയൊക്കെ ഞാൻ വെട്ടി നിർത്തിയാ, കാരണം ഇത് നല്ല മാങ്ങ ഉണ്ടാവണ മാവാ. ഇങ്ങോട്ട് നോക്ക്, ഇത് കുറ്റിയാ. ഇതിന്റെ പരിചരണം കാര്യങ്ങളിലൊക്കെ ഒന്നും ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. അത് ഞാൻ പഴയ വീഡിയോയില് നന്നായിട്ട് ഒരുപാട് സീരിയൽ വീഡിയോസ് ഉണ്ട്, അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയാൽ മതി, ഇതൊക്കെ ഒന്ന് നോക്കിയേ, ഈ അടിയിലൊക്കെ ഒന്ന് നോക്കിട്ടോ. ഈ അടിയൊക്കെ ഇങ്ങനെ വരുത്താൻ നമ്മുടെ ഒരു ഇത് അബിയുവാ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞാട്ടോ കൊടുത്തിട്ടുള്ളൂ. അധികം ഞാൻ അത് കൊടുത്ത. നിങ്ങൾ നോക്കി, ഇത് നമ്മുടെ കലശമരം പണ്ടത്തെ. ഇത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ പൈപ്പ് താങ്ങ് കൊടുക്കുന്നു മരത്തിന്. ആ മരം മറിഞ്ഞു ചാഞ്ഞു നിൽക്കുക. ഞാൻ പല സമയം കിട്ടാത്തുള്ള ഒരു പൈപ്പ് അവിടെ താങ്ങ് കൊടുക്കണം. ഇതിപ്പോ നമുക്ക് 20-നൊക്കെ മേളില് ഈ ഒരു മരത്തുമേ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് കിട്ടും. നോക്ക്, ഇത് അതാ നിങ്ങൾക്ക് തെളിഞ്ഞു വന്നെങ്കിൽ ഒരു കുംഭമാസമൊക്കെ ആവണേ, വിളവെടുപ്പിന്റെ സമയം. ഇത് വേറൊരു കലശ്. ഇതും കലശ. ഓക്കെ, ഇത് നോക്ക്, ഇതിന്റെ അകത്തേക്ക് നോക്കി ശരിക്കും നന്നായിട്ട് മുളകായിട്ട് കിടക്കും. ശരിക്കും നമുക്ക് ഞാൻ ചുറ്റി കാണിച്ചു തരാം. കാരണം വെച്ചാൽ മൊത്തം തിരിയിട്ട് നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കാണ്. ഇതാണൊക്കെ പൈപ്പ്. ISI പൈപ്പാണ് നമ്മൾ കണ്ടത്. ഇത് ഈ നീല ഈ മാർക്ക് ഉണ്ട്. നിങ്ങൾ പൈപ്പ് മേടിക്കുമ്പോൾ കിട്ടും. ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടടിയാ. ഈ 2 അടി മണ്ണടിയിലേക്ക് പോകും. മണ്ണടിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു കാലത്ത് ഇതൊക്കെ വേറെ രീതിയിലൊക്കെ വരാണെങ്കിൽ അവിടെ മുതലുള്ള മുറിച്ചെടുത്താൽ അവിടെ മുതലുള്ള പൈപ്പിൽ ഇതിനൊക്കെ സെക്കൻഡ് പൈപ്പ് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. സെക്കൻഡ് പൈപ്പ് അന്വേഷിക്കുമ്പോ ഇതിപ്പോ 123 വില. സെക്കൻഡ് പൈപ്പ് അനുസരിക്കുമ്പോ 80-90 അവർ.
ഇപ്പൊ നമ്മളെ ഈ കാലും ഈ കുറ്റിക്കുരുമുളകും എല്ലാം കൂടെ കൂട്ടി നമ്മുടെ തൈകൾ എത്ര പീസ് കാണും? എന്തായാലും ഇവിടെ ഏതാണ്ട് 600 കടക്കും. 600 മേലുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്നിടത്തിലുണ്ട്, വേറെ 2 സ്ഥലത്തുണ്ട്. ഒക്കെ കൂടി 1000-ന്റെ അടുത്തേക്ക് വരും. നമുക്ക് ഈ കുറ്റിക്കുരുമുളക് നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കഴിഞ്ഞ് ഇത്ര ഒരു വർഷം കൂടെ ആയില്ല. കുറ്റിക്കുരുമുളകാണ് അത് നമുക്ക് ഇതേപോലെ കാലുമ ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും കാലി തന്നെയാണല്ലോ. അതെയാ, കാല്. നമുക്കൊരു കുറ്റിക്കുരുമുളക് ഇത് നോക്ക്, ഈ നല്ല ഇരുട്ടുണ്ടാകത്ത ഈ കുറ്റിക്കുരുമുളക് നിൽക്കണം. നിങ്ങൾ നോക്ക്, നല്ല ഇരുട്ടുണ്ടാകത്ത നിൽക്കണം. അതിന്റെ വളർച്ച ഉണ്ടാ. പക്ഷെ ഈ കുറ്റിക്കുരുമുളക് നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ സ്ഥലമൊക്കെ ഒന്ന് വെടിപ്പായി കിടക്കും. അപ്പൊ നമ്മുടെ എല്ലാ സ്ഥലത്തേക്കൂടെയും നമ്മുടെ തൂമ്പയും മമ്മട്ടിയും എല്ലാം ചെല്ലും. അതിനുവേണ്ടിയാണ് കുറ്റിക്കുരുമുളക് ചെയ്യുന്നത്. നമ്മൾ ഈ സ്ഥലം എന്ത് ചെയ്യും? ഈ സ്ഥലം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു കുറഞ്ഞ സ്ഥലം ഉള്ളൂ എന്ന് വിചാരിക്കേ. അപ്പൊ ഈ സ്ഥലം ഒന്നും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇതൊക്കെ തിരിയിട്ട് വന്നതായിട്ട് തിരിയിട്ട് വന്നോളൂ. കാരണം ഇത് മൊത്തത്തിൽ ഞാനൊരു ഇത് പറയുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് ഈ പറമ്പിലെ കുരുമുളകിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായിട്ടുള്ളൂ. 2.5 വർഷം കൊണ്ട് എല്ലാ ഐറ്റംസും 2.5 വർഷം കൊണ്ട് കുരുമുളക് കേന്ദ്രീകരിച്ച് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇത് കണ്ടത് നോക്കി, തിരിയിട്ട് വന്നോളൂ. തിരി ഇനിയും ചാടും. ഇത് മരാണ്. ഇത് മരാണ്. തിരി ഇനിയും ചാടും. ഈ തിരി വന്നു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോണ വലിയൊരു സംഭവമാണ്. കൊഴിഞ്ഞു പോണ സംഭവം ഉണ്ട്. അതിന് നിങ്ങൾ നോക്ക്, എപ്പോഴും എന്ത് ചെയ്യണ്ട, അതിനെ ശരിക്കും പറഞ്ഞ് ഇതുപോലെ കാരണം നിങ്ങൾ പറമ്പിലേക്ക് നോക്കുന്ന പറയാം, വരമ്പ് ഈ വാരത്തിലേക്ക് വാരം എന്ന് പറയാം, പറമ്പ് വാരം. പലരും ഈ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് ഈ നെറ്റായി ഇട്ടിട്ട് ഇതിലെ നെറ്റ് ഇടും. നെറ്റും കുരുമുളകും എല്ലാം ഒരുപോലെ. അവിടെ വെള്ളക്കെട്ട് വരും. പിന്നെ പെയ്ത്ത് വെള്ളം നെറ്റ് ഇടുന്ന കാരണം ശരിക്കും അങ്ങോട്ട് മണ്ണിലേക്ക് വലിഞ്ഞു പോകില്ല. അത് ഈ നമ്മൾ വാഴയുടെ ഇല ഇങ്ങോട്ട് മറ്റേ ഇങ്ങനെയിരിക്കും, ആ ഒരു രൂപത്തിലിരിക്കും. അപ്പൊ നമ്മളൊരു വലിയ മഴ, അതായത് വലിയ മഴ എന്ന് പറയുമ്പോൾ ജൂൺ 5 ആവില്ല. അതിക്ക് മുമ്പ് ഈ സംഗതി എല്ലാം ചിരണ്ടി കയറ്റി ഒരു സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രമിക്കാം. അന്ന് എല്ലാ ടൈപ്പ് കൃഷികളും ഉണ്ടായിരുന്നു. ഇപ്പൊ കുരുമുളക് ആയാലും അതിന്റെ ഇടയിൽ ഇപ്പൊ കുറ്റിപ്പുരകൾ കയറ്റി അതിനു മുന്നേ പല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്. ഇല്ല, ഇപ്പൊ അത് നമ്മളിതിൽ ഷെയ്ഡ് നോക്കണല്ലോ. ഷെയ്ഡ് ഇല്ലാത്ത ഭാഗത്ത് ഇതിപ്പോ ഈ വർഷം ചെയ്തതാ. ഈ വർഷം ചെയ്തപ്പോ നമുക്ക് നന്നായിട്ട് ഷെയ്ഡ് കുറഞ്ഞു. ഇതെന്താ സംഭവം? ഇതെല്ലാം നമ്മൾ ഈ ഏരിയ മുഴുവൻ കൊമ്പുക്കലാ. ഇവിടെ നമ്മളിപ്പോ കൂർക്ക ഇട്ട് കൊടുത്തേക്കാം. കൂർക്ക എന്ന് പറഞ്ഞാൽ കൂർക്കയുടെ ഒരു വരുമാനം മാത്രം നോക്കിയിട്ടല്ല, പുല്ലും കാടും ഒക്കെ കയറാതെ വെടിപ്പായിട്ട് കിടക്കും. ഈ തവണ കൂടിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കൂർക്ക. കാരണം അടുത്ത വർഷം ആകുമ്പോഴേക്കും ഒരു ഞാൻ പറഞ്ഞില്ല, മറ്റേന്റെ വിളവെടുപ്പ് കാണുന്ന സമയത്ത് ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരാം. വീണ്ടും ഞാൻ വിളവെടുപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. ഫെബ്രുവരി ഒക്കെ വരുമ്പോ ഇപ്പൊ ഈ കാണുന്ന പൈപ്പേല് കാണുന്നത് ഇപ്പൊ ഇത് കൊമ്പുക്കല് ചെയ്തിട്ട് 4 മാസമായുള്ളൂ. നോക്കിയേ, തിരിയായി. ഈ തിരി ഇങ്ങനെ വരാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇപ്പൊ ആവർത്തിക്കണില്ല. ഇത് ഇറക്കി വയ്ക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇറക്കി വയ്ക്കാൻ പറ്റിയ കൊടിയാണ്, ഇറക്കി വെച്ച് പോണു. അത് നോക്കി, തിരിയായി. ഇതിപ്പോ 4 മാസമായുള്ളൂ എടുത്തു വെച്ചിട്ട്. അപ്പൊ ഇത് ഒന്ന് ഇറക്കിയായിരുന്നു. ഇതൊക്കെ ഇത് നോക്ക്, ഈ കൊമ്പുക്കലിന്റെ ഇല ഇതും നമ്മൾ കണ്ടപ്പെട്ടൊക്കെ എനിക്ക് എല്ലാം തന്നെ കണ്ടേ അറിയാൻ പറ്റും. അതിന്റെ ഇല കരിമുണ്ടിയാണ്. നോക്കൂ, ഇതൊക്കെ ഞാൻ പറഞ്ഞ 5 ആണോ എന്ന് നോക്കാം. 5-ലൊക്കെ മേലിലേക്ക് വരും. കൂടിയ 6 മീറ്റർ പൈപ്പുമ്മയാണ് കയറി കിടക്കുന്നത്. 6 മീറ്റർ പൈപ്പ്, 6 മീറ്റർ പൈപ്പുമ്മേ അതൊക്കെ കാണുന്നത് ഈ പറഞ്ഞ അതെല്ലാം കൊമ്പുക്കലാണ്. അതിന്റെ മുകളില് കുറ്റിയാണ്. മുകളിലൊക്കെ കുറ്റിയാണ്, കൊമ്പുക്കലാണ് കാലയിൽ ഇട്ടണേ. കാലൊക്കെ ഞാൻ ഇത്തിരി അടുപ്പത്തിലിട്ടേക്കണേന്റെ ഉദ്ദേശം കുറച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കണ പരിപാടി. നമുക്ക് കൂടുതൽ തൈകള് നമ്മള് വേറെ നഴ്സറിന്ന് അല്ല ഉണ്ടാക്കിയെടുക്കാണ്. അപ്പൊ ആ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഈ മരത്തിന്റെ പ്രശ്നം, ഈ മരമാവുമ്പോൾ നമുക്ക് ഷെയ്ഡ് കൂടുതൽ വരുന്നത്. ഇനിയിപ്പോ നമുക്ക് നല്ലൊരു പണി വരുമല്ലോ ഷെയ്ഡ് വെട്ടണ്ട. അപ്പൊ നമ്മള് ക്രമേണ പൈപ്പ് ഇട്ട് കൊടുക്കണം.